ഇവിടെ ഒരു സമവായം ഉണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമിതി ആരെയാണ് വഞ്ചിച്ചത്? ഇവിടെ കുർബാന ക്രമം ജൂലൈ 3 നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മാർപ്പാപ്പയെയാണ് ഈ മെത്രാൻ സമിതി വഞ്ചിച്ചത്. ഇനി ആർക്കാണ് ഇവിടുത്തെ കുർബാന ക്രമം സ്വീകാര്യമല്ലാത്തവർ? ആലഞ്ചേരി പിതാവിന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായ സാൻഡ്രി പിതാവിന്റെയും കോലം കത്തിച്ചവർ. അവരാണ് സമവായത്തിൽ ഒപ്പിട്ടവർ. ഈ രൂപതയെ നശിപ്പിച്ച, സീറോ മലബാർ സഭയെ തന്നെ നശിപ്പിച്ച പിശാചുക്കളിൽ പിശാചായ ഷൈജു ആന്റണി, മാർപ്പാപ്പയുടെ പ്രതിനിധി കേരളത്തിൽ വന്നപ്പോൾ തെറി കൊണ്ട് അഭിഷേകം ചെയ്ത, കുപ്പിക്കെറിഞ്ഞ അൽമായ മുന്നേറ്റക്കാർ, അതാണ് സീറോ മലബാർ സഭ നേതൃത്വത്തിന് വിശ്വാസികൾ. ഇവർ വിശ്വാസികളായി പരിഗണിക്കുന്നവർ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞവരും ആൻഡ്രൂസ് ആഴത്ത് പിതാവിന് ദേഹോദ്രവം ഏൽപ്പിച്ചവരും പിതാക്കന്മാരുടെ കോലം കത്തിച്ചവരും മാർപ്പാപ്പയുടെ പോലും സർക്കുലർ കാർക്കിച്ചു തുപ്പി കത്തിക്കുകയും ചെയ്തവരാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന്. അതായത് ഇപ്പോൾ ആസ്ഥാനത്ത് കുരിയയിൽ ഇരിക്കുന്നവർക്ക്, മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന്, ചാൻസലർ കാവൽപുറിയിടത്തിന്, PRO വടക്കേക്കരയ്ക്ക്, അവിടുത്തെ കുരിയ ബിഷപ്പായ വാണിയപ്പുരയ്ക്കൽ പിതാവിന്, സിനഡൽ സെക്രട്ടറി പാമ്പ്ളാരി പിതാവിന്, ഇവർക്കൊക്കെ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ തെറിപ്പാട്ട് സംഘമാണ്.